ഞാനൊരു മോണ്ടിസോറി അധ്യാപികയാവണം, എനിക്ക് മറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ, എന്തിനാണ് മോണ്ടിസോറി? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഉടലെടുത്തിട്ടുണ്ടാവും അല്ലെ? എങ്കിൽ അതിനുള്ള ഉത്തരവുമായാണ് എൻട്രി വന്നിട്ടുള്ളത്. മോണ്ടിസോറി അധ്യാപകർ എന്ന് പറയുന്നത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള കരിയർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ? എന്തുകൊണ്ടാണെന്നല്ലേ? ചെറിയ മക്കളുമായി ഏറ്റവും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓരോ മോണ്ടിസോറി അധ്യാപകർക്കും ലഭിക്കുന്നത്. അവർ വഴി കുട്ടികളിലേക്ക് ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ എന്ന് പറയാല്ലേ, അതാണ് പകർന്നു നൽകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ് ക്രിയേറ്റിവിറ്റി. പല കുട്ടികളും വെറും റൂട്ട് ലേണിംഗ് അപ്രോച്ചസ് വഴി ഭാവിയിൽ വലിയ വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് ആവാനിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാറുണ്ട്. എന്നാൽ മോണ്ടിസോറി ലേണിംഗ് അപ്രോച്ചിലൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി ഒരിക്കലും പാഴായി പോവുകയില്ല. കാരണം ക്രിയേറ്റിവിറ്റി സ്കില്ലിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് മോണ്ടിസോറി അപ്രോച്ചുകൾ. എന്താണ് ക്രിയേറ്റിവിറ്റി? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ കഴിവുകളുണ്ട് അല്ലേ? ആ കഴിവിനെ ശരിയായ വണ്ണം തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുമുണ്ട്. ഒരു വ്യക്തിക്ക് പാടാനാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നൃത്തം ചെയ്യാനാണ്. ഈ ക്രിയേറ്റിവിറ്റിയെ തിരിച്ചറിയുന്നത് ആരാണ്? ഒരു അധ്യാപികയാണ്. ദി ഡെസ്റ്റിനി ഓഫ് എ നേഷൻ ഈസ് ഷേപ്ഡ് ഇൻ എ ക്ലാസ് റൂം. ഭാവിയിൽ ഒരു കുട്ടി ആരായി തീരണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവരെ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മളെല്ലാം ബ്ലെസ്ഡ് ആണല്ലേ? അടുത്തതാണ് ബ്ലെൻഡിങ് അപ്രോച്ച്. ഇവിടെ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നു, കുട്ടികൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റുകൾ പഠിക്കണം എന്നല്ല, വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം എന്നുള്ള അപ്രോച്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു അധ്യാപിക, മോണ്ടിസോറി ഫോമിലുള്ള അധ്യാപിക വളരെയധികം അപ്രോച്ചബിൾ ആണ്. എനിക്കൊരു പ്രശ്നമുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് ആരുടെ അടുത്താണ്? അമ്മയുടെ അടുത്താണ് അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു മോണ്ടിസോറി അധ്യാപിക. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഓടിയെത്തുന്നത് എൻ്റെ അമ്മയുടെയും എൻ്റെ ടീച്ചറിൻ്റെയും അടുത്താണ്. കാരണം അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെയൊരു വിദ്യാർത്ഥി നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ സായത്തകമാക്കാം? ഒരു മോണ്ടിസോറി ടീച്ചറായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ, ലിറ്റിൽ ബട്ടർഫ്ലൈസ് എന്ന് നമുക്ക് പറയാം അല്ലെ, അവരെ അപ്രോച്ച് ചെയ്യാൻ വളരെയധികം ഈസിയായി അവരുമായി ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഒരു ഇന്ററാക്റ്റീവ് ഫ്രെയിംവർക്ക്. ഇവിടെ ഞാൻ അധ്യാപികയാണ്, എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള മെത്തേഡല്ല. വരൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നേടാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് നേടാം, ഒരേ രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം, ഒരുമിച്ച് സഞ്ചരിക്കാം എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. പ്രാക്ടിക്കൽ അപ്രോച്ചസിനാണ് കൂടുതലും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടികൾ ഇവിടെ ഓരോ മെറ്റീരിയൽസും കാണുകയും അത് തിരിച്ചറിയുകയും പ്രാക്ടിക്കൽ ഫോമിൽ, ഒരു പ്രാഗ്മാറ്റിക് ഫോമിൽ അവയെ അനുഭവിച്ച് മനസ്സിലാക്കുകയുമാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി അപ്രോച്ചും. ബ്ലെൻഡഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതായത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയല്ല, നീ പഠിക്കാൻ കൊള്ളരുതാ അല്ലെങ്കിൽ നിന്നെ കൊള്ളൂല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയുകയല്ല. മറിച്ച് നിന്റെ ഉള്ളിൽ കഴിവുണ്ട്. അത് ചിലപ്പോൾ പാടാനുള്ള കഴിവായിരിക്കാം, ചിലപ്പോൾ നൃത്തം ചെയ്യാനുള്ള കഴിവായിരിക്കാം. നീ കഴിവുള്ള കുട്ടിയാണ് എന്നുള്ള രീതിയാണ് മോണ്ടിസോറി സ്വീകരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി? ഇങ്ങനെ ഒരു ചോദ്യമില്ല അല്ലേ? വരൂ നമുക്ക് ഒരുമിച്ച് മോണ്ടിസോറി അധ്യാപകരാണ്.